നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പൊടി വെച്ചിട്ടുള്ള ചക്കടയാണ്. അപ്പോൾ ഇടനില വെച്ചിട്ട് സാധാരണ ഉള്ള അടയും പിന്നെ കുമ്പിളപ്പവും വാഴയില വെച്ചിട്ടുള്ള അടയും നമ്മളിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചക്കട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വരിക്കച്ചക്കയാണ്. ഇനി പഴുപ്പിലാവ് ചക്ക അഥവാ കൂഴച്ചക്കയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ആദ്യം നമുക്ക് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് ഒരുണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് കുത്തിപ്പൊട്ടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഉരുക്കിയെടുക്കണം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇത് പതഞ്ഞ് വരുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ലോ ഫ്ലെയിമിലേക്ക് ആക്കിയില്ലെങ്കിൽ പതഞ്ഞെല്ലാം പുറത്തേക്ക് പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാം. ഈ കട്ടകളൊക്കെ ഒന്ന് അലിയുന്നത് വരെ ഇത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ ശർക്കര കംപ്ലീറ്റ് ഉരുകി വന്നിട്ടുണ്ട്. ഞാനിത് ഇത്രയും ലൂസാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇതിരുന്ന് ആറുമ്പോൾ അല്പം കൂടി തിക്കായി വന്നോളൂ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കപ്പഴം ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. 2 കപ്പ് ചക്ക പേസ്റ്റാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ചക്ക ഒന്ന് പൊളിച്ച് ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ കൂഴച്ചക്ക ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. കൂഴച്ചക്ക ആകുമ്പം ചെറിയ നാരൊക്കെ ഉണ്ടാവും. ആ നാര് ഒന്നില്ലെങ്കിൽ മിക്സിയുടെ ബ്ലേഡിൽ ഇങ്ങനെ ചുറ്റിയിരുന്നോളും, അല്ലെങ്കിൽ നമുക്കിതൊന്ന് നാരൊന്ന് അരിച്ച് മാറ്റേണ്ടി വരും കേട്ടോ. ഇനി നമുക്ക് എടുത്ത് വയ്ക്കാനുള്ളത് തേങ്ങയാണ്. അപ്പോൾ ഒരു വലിയ തേങ്ങയുടെ പകുതി എടുത്തിട്ട് കുറച്ച് ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കൊത്തിയരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടി എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് ഏകദേശം കണക്കാണ് കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചക്കപ്പഴം ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ അതിനായി ഒരു വലിയ ചീനച്ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ചൂടായ നെയ്യിലേക്ക് നമുക്ക് ആ കൊത്തിയരിഞ്ഞ തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് വറുത്തതിന് ശേഷം ചിരണ്ടിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അതും 1 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങയ്ക്ക് പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ. നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആ അടിച്ചു വെച്ച ചക്ക പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 3 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കാം. എന്നിട്ട് നമ്മൾ ആ ഉരുക്കി വെച്ച ശർക്കര പാനിൽ നിന്ന് 1 കപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരയുടെ അളവും നമുക്ക് വേണ്ട മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 1 കപ്പ് ശർക്കര പാനി മാത്രം ചേർത്ത് കൊടുത്തുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചക്കടയ്ക്ക് നല്ല കളറ് വേണം, നല്ല ഡാർക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ അധികം നേരം ഇതുപോലെ വരട്ടിയെടുക്കേണ്ടി വരും. എൻ്റെ കയ്യിൽ കുറച്ച് മാത്രം ചക്കപ്പഴം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം വരട്ടിയെടുക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അളവും വല്ലാണ്ട് അങ്ങോട്ട് കുറഞ്ഞു വരും. ഇനി ഞാൻ ഇതിനകത്തേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര ചേർക്കുന്ന പല വിഭവങ്ങളിലും മിക്കവരും ഉപ്പ് ചേർക്കാറില്ല. ഇവിടെ ഉപ്പ് ചേർക്കണമെന്നാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. ഞാനിവിടെ 2 മിനിറ്റും കൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് വഴറ്റും തോറും ചക്കടക്ക് ടേസ്റ്റ് കൂടും. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു 5 ഏലക്ക കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്താണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ജീരകം വറുത്തതല്ല കേട്ടോ, പച്ച ജീരകം പൊടിച്ചതാണ്. അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് അരിപ്പൊടിയാണ്. അപ്പം നമുക്കതിൻ്റെ അളവ് കൃത്യം പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു മിക്സിൻ്റെ ചക്കപ്പഴം ശർക്കര മിക്സിൻ്റെ അളവ് അറിഞ്ഞാലാണ് അരിപ്പൊടിയുടെ അളവ് നമുക്ക് കൃത്യം അറിയാൻ പറ്റുള്ളൂ. ആ ചക്കപ്പഴം മിക്സിൻ്റെ അളവ് നോക്കൽ കുറച്ച് പ്രയാസമായിരിക്കും അല്ലേ. അപ്പോൾ ചൂടൊക്കെ ആയത് കാരണം അളന്ന് നോക്കൽ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 കപ്പ് അരിപ്പൊടി മാറ്റി വെച്ചതിൽ നിന്നും ഒരു 1/4 ഭാഗം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് നോക്കാം എന്തോരം ഇനി വേണ്ടി വരും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചിരുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ അത്യാവശ്യം നല്ല ലൂസായിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ അട ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ അട നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ അടയായിരിക്കും. ഇനി കുറച്ച് തരിതരിപ്പോട് കൂടിയുള്ള ഇതുപോലത്തെ ചക്കടയാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ കുറച്ചും കൂടെ പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും. റവ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറയും. അപ്പോൾ അതുകൊണ്ട് ഈ അരിപ്പൊടി അല്പം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അല്പം കൂടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ടോട്ടൽ 1.25 കപ്പ് പൊടിയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത്. 1/4 കപ്പ് പൊടി ബാക്കി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് അത്യാവശ്യം ചൂടുള്ളത് കാരണം പൊടിയും നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അട വേവിക്കാനായിട്ട് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ പച്ചപ്പൊടിയിലാണ് നമ്മൾ ഇതുപോലെ പിന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ വേവിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഒരുവിധം വെന്തും ഈ പൊടി നമുക്ക് വെന്തും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് അല്പം മാറിയതിന് ശേഷം നമുക്ക് ഇത് ഇലയിലാക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ഇടനേല എടുത്തിട്ടുണ്ട്. എറണാകുളത്തൊക്കെ ഇടനേല എന്നാണ് പറയുന്നത്, വയന ഇല എന്നും ഇതിനെ പറയും. ഈ കറുകയില പോലെ കുറച്ച് അതിനേലും കുറച്ച് കട്ടിയുള്ള ഇലയാണിത്. അപ്പോൾ ഇതിൽ അട വേവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു സ്മെല്ലും സ്വാദുമാണ് കേട്ടോ. കുമ്പിളപ്പം ഉണ്ടാക്കുന്നതും ഈ ഇലയിൽ തന്നെയാണ്. ഇത് 2 സൈസ് ആക്കാം. ഇതുപോലെ മാവ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലുള്ള എക്സസ് ആയിട്ടുള്ള മാവ് നമുക്ക് എടുത്ത് മാറ്റാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ട അടയുടെ കട്ടി അനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, അതിൻ്റെ കട്ടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടങ്ങളിൽ മിക്കവരും ഈ ഒരു ഷേപ്പിലുള്ള അടയാണ് ഉണ്ടാക്കാറ്. ചിലവർ കുമ്പിളപ്പം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇലയുടെ ഞെട്ട് ഭാഗമല്ല, ഈ ഭാഗമാണ് ചുരുട്ടിയെടുക്കേണ്ടത്, നമ്മൾ സമൂസയ്ക്കൊക്കെ എടുക്കുന്നത് പോലെ. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈർക്കിൽ കുത്തിയിട്ട് ഇങ്ങനെ തുറന്ന് വേവിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഉള്ളിലേക്ക് ഈ ഞെട്ട് ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ടും വേവിക്കാം. അപ്പോൾ നമുക്ക് ഈർക്കിൽ കുത്തേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഈർക്കിൽ ഇല്ലാണ്ടാണ് വേവിക്കുന്നത്. അപ്പോൾ കുറച്ച് മാവെടുത്ത് ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഈ മോൾ ഭാഗം ഈ ഞെട്ട് ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വിട്ടു പോവാതെ ഇരുന്നോളും. ചിലർ ഈർക്കിൽ കുത്തിയിട്ട് ഈ ഞെട്ട് ഭാഗം തുറന്ന് തന്നെയാണ് വയ്ക്കണത്, ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കാറില്ല. അതുപോലെ നേരത്തെ ഇരുന്നില്ലേ, തുറന്ന് തന്നെയാണ് എടുത്ത് വയ്ക്കാറ്. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതാണ് കുറച്ചും കൂടി എളുപ്പം, കാരണം ടൂത്ത് പിക്കിൻ്റെയോ അല്ലെങ്കിൽ ഈർക്കിലിയുടെയോ ഒന്നും ആവശ്യമില്ല. എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ തുറന്നു പോകാണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇടനിലയൊന്നും എല്ലായിടത്തും കിട്ടാറില്ല. അപ്പോൾ വാഴയില വെച്ചും നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ അതും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വാഴയിലയിൽ അട ഉണ്ടാക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കാനുണ്ട്, ഇതുപോലെ വട്ടത്തിൽ മടക്കരുത്, നീളത്തിൽ വേണം മടക്കാനായിട്ട്. ഇതാ വട്ടത്തിൽ ഇതുപോലെ മടക്കിയിട്ടുണ്ടെങ്കിൽ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, കണ്ടില്ലേ, കീറിപ്പോവും. ഇതുപോലെ മടക്കുകയാണെങ്കിൽ കീറൂല. അപ്പോൾ നമുക്ക് കുറച്ച് മാവെടുത്തിട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നീളത്തിൽ ഇതുപോലെ ഒന്ന് മടക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം കട്ടിയുള്ള അടയാണ് വേണ്ടതെങ്കിൽ അതനുസരിച്ചുള്ള മാവ് ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് കട്ടിയുള്ള അട നമുക്ക് കിട്ടും. അതായത് ഇത്രയും കട്ടിയുള്ള അടയാണ് കേട്ടോ. ഇനി നമുക്ക് തിന്നായിട്ടുള്ള അടയാണ് വേണ്ടതെങ്കിൽ ഈ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന കോല് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. നല്ല തിന്നായിട്ടുള്ള അട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പുറത്തേക്ക് വരുന്ന മാവ് ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റിയാൽ മതി. ഇതാ കണ്ടില്ലേ, നല്ല തിന്നായിട്ടുള്ള അട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ഇടിയപ്പ ചെമ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് അത്യാവശ്യം അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് അരമണിക്കൂറോളം നമുക്കിത് വേവിക്കാനുള്ളതാണ്. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് തട്ട് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം നമ്മളെടുത്ത മാവ് വെച്ചിട്ട് ഞാനിവിടെ 2 തവണയായിട്ടാണ് ആവി കയറ്റി എടുത്തത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പകുതിയോളം നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം ആദ്യം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ തീർച്ചയായും ലൈക്ക് കൊടുത്തേക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. പിന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസും കണ്ട് അതിൻ്റെ റെസിപ്പീസും നിങ്ങൾ ട്രൈ ചെയ്യണേ. ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചക്കടയുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോക്കൊപ്പം കൊടുക്കാം. അതായത് ഇപ്പം ആവിയേറ്റാൻ വെച്ചിട്ട് 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും കൂടെ വയ്ക്കാം. അപ്പോൾ വീണ്ടും ഇടിയപ്പച്ചെമ്പിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാ അടയും ഇതിനകത്ത് പിറക്കി വയ്ക്കാം. ഇതാ ഞാൻ 3 ടൈപ്പ് അടയും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ വേവിച്ചെടുത്തത്. എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയേ. ഇനി ഇടനിലയും വാഴയിലയും കിട്ടാത്തവർ വേറെ പല ഇലകളും വെച്ചിട്ടും ചക്കട ഉണ്ടാക്കാറുണ്ട്. പൂപ്പരുത്തിയുടെ ഇല, പിന്നെ വട്ടയില പോലത്തെ ഇലകളിലൊക്കെ ചക്കട ഉണ്ടാക്കാറുണ്ട്. ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിലും അട ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. കുറച്ച് മാവ് കയ്യിലെടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് ആവിയേറ്റി എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പം അരിപ്പത്തട്ടിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് വിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഇലയുടെ മുകളിൽ വെച്ച കാരണമാണ് ഒട്ടിപ്പിടിക്കാതെ കിട്ടിയത്. അതായത് ഇപ്പം എല്ലാം ഒരുപോലെ വെന്തിട്ടുണ്ട്. നല്ല തിന്നായ അടയും കുമ്പിളപ്പവും എല്ലാം ഒരുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ഇല മാറ്റി നോക്കാം. 3 ഷേപ്പിൽ, ചിലത് തിന്നായിട്ട് ചിലത് നല്ല തിക്കായിട്ടൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്.
നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കിയത് ഒരുപാട് വലിയ ഇലയിലല്ല കേട്ടോ, ഒരു മീഡിയം സൈസ് ഇലയിലാണ് കുമ്പിളപ്പം ഉണ്ടാക്കിയത്. അതായത് ഇപ്പം വല്ലാണ്ട് ചൂടായിട്ടിരിക്കണേനെ, ആറിയിട്ടില്ല. പിന്നെ നമ്മളിത് ഉണ്ടാക്കാൻ എടുത്തത് വറുത്തരിപ്പൊടിയാണ്. അരിപ്പൊടി എല്ലാം നല്ല വെന്ത് കിട്ടിയായിരുന്നു, ഒട്ടും പച്ചവെള്ളം നമ്മൾ കൂട്ടിയില്ല. നല്ല തിളച്ച ആ മിക്സിയിലേക്കാണ് നമ്മൾ പൊടിയിട്ടത്. അപ്പോൾ ഇതെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. പിന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള അടയുടെ വീഡിയോ കാണാത്തവർ അതും ഒന്ന് കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. താങ്ക്